വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഈ വണ്ടിയുടെ ഡീക്രോം ചെയ്യാൻ പോവുകയാണ്. അപ്പം ഡീക്രോം കുറച്ചേറെ ആൾക്കാർ ആവശ്യപ്പെടുന്നു. എനിക്കിത് കണ്ടാൽ നല്ലതായിരിക്കും തോന്നുന്നു കേട്ടോ. ഡീക്രോം ഇത് മാത്രമല്ല ഡീക്രോം ചെയ്യാൻ, വേറെ വല്ലതും ഉണ്ടോ? വേറെ ഒന്നും ഇല്ലായിരിക്കും. എന്തായാലും നമുക്ക് എല്ലാ ദിവസത്തെ കുറച്ച് ഡെയിലി റുട്ടീനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ എഞ്ചിനകത്ത് ഇപ്പോഴും പൂച്ചകൾ ഇരിപ്പുണ്ടത്. അതിപ്പോൾ എനിക്ക് ശീലമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശീലമായിട്ടൊന്നുമില്ല. ഇത് കഴിക്കാനും കൊടുക്കണം. കഴിക്കാനല്ല, കഴുകാൻ. എനിക്ക് ഇതുവരെ എൻ്റെ ഫിലിം ഒട്ടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് 2 ദിവസം ഞാൻ പോയി, അതുകൊണ്ട് എന്തുവാണ് നടന്നില്ല. പിന്നെ എനിക്കിനി പോകാൻ സമയത്ത് വരണം. എന്ത് പൊള്ളുന്നു പണ്ടറായി പോണേ. എല്ലാം ഇരിപ്പുണ്ടല്ലോ. എല്ലാരും 4 പേരും അങ്ങോട്ട് സുഖിച്ചിരിക്കുന്നു. എനിക്ക് വയ്യ. ഹഗർ ഹോങ്കെ ഇസ്കെ അന്തർ ആദ്യം ഒരെണ്ണം ഇങ്ങോട്ട്. ഹയ്യാ ഹലോ മത്മയാ, ഹയ്യാ മത്മയാ, ഹയ്യാ ഹോ ഹയ്യാ ഹോ. ഡെയിലി അവന്മാർക്ക് വണ്ടിക്കകത്ത് കയറണം. അവന്മാർക്ക് വേറെ ഒരു സ്ഥലമില്ല. അവന്മാരെ എടുത്തോണ്ട് ദിവസം ഞാൻ പോകും. ഇതുവരെ ഞാൻ പുറകിരിക്കുന്ന തടിയെടുത്ത് മാറിയിട്ടില്ല, അറിയാതെ ഇപ്പോഴും അവിടെ ഇരിക്കുക. ഒരു വീഡിയോക്കകത്ത് കൊണ്ടുപോയ തടിയാതി. ഈ വണ്ടിക്കകത്ത് ഇരിക്കണ ഫിലിം എന്തായാലും വെക്കണം. ഞാൻ ഫുള്ള് വിൻഡോ താത്ത് കിട്ടിയിട്ട് ഞാൻ ഫുൾ AC ഓണാക്കി ഫുള്ള് ഇങ്ങനെ ചവിട്ടി വിടാൻ തണുത്ത് കിട്ടും. മറ്റേ ഹോണ്ടഡ് ഹൗസിൽ 24 മണിക്കൂർ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ നിൽക്കാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും പാതിരാത്രി ഒന്നും അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇരുട്ടി വൈകുന്നേരം വരെ നിർത്തിക്കുക എന്നുള്ള ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. അതല്ലാവരും നമുക്ക് പോയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് വൈകുന്നേരം എങ്കിലും കിട്ടണം. കുറച്ച് വൈകുന്നേരം സമയം കിട്ടിയാൽ കുറച്ച് 8, 9, 10 മണിയാകുമ്പോൾ അല്ല പട്ടി ഇരുട്ടായിരിക്കും. മലയുടെ പൊക്കത്തല്ലേ, 7 മണിയാകുമ്പോൾ തന്നെ ഫുൾ ഇരുട്ട് വീഴും. പരമാവധി ശ്രമിക്കും പോയി ചെയ്യാൻ. ഒരു വിയർത്ത് കുളിക്കുകയാണ് പോലെ. ഞാൻ ഫുൾ AC ഇട്ട് നോക്കിയേ, ഫുൾ AC ഇറപ്പുണ്ട് ഇവിടെ. എന്നിട്ട് പോലും വിയർത്ത് കുളിച്ചോണ്ടിരിക്കുന്നു ഞാൻ എന്തായാലും ഡീക്രോം ചെയ്യാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നമുക്ക് ആദ്യം ഇതിന്റെ കൂളിംഗ് ഫിലിമിനെ ഒട്ടിക്കാം. എനിക്ക് ഈ വെയിലത്ത് നടക്കുന്ന ടാസ്ക്. ഈ വണ്ടിക്കകത്തോട്ട് ഇരിക്കുന്നതാണ്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നതൊക്കെ എന്നെ നോക്കിയാൽ ഒന്നുകൂടെ നമ്മൾ ഇന്നും കൂടി ആ കടയിൽ പോയി ചോദിക്കും, നമ്മുടെ ലക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അവിടെ സമ്മതിക്കോ ഇല്ലെന്ന്. ഇന്ന് 2 മണിയായി. കഴിഞ്ഞ പ്രാവശ്യം പോയ സെയിം ടൈമാ. അപ്പൊ അവർ ചെയ്തു തരുമോ ഇല്ലേ നമുക്ക് അവിടെ കൊടുത്തിട്ട് പോകണ്ട് 2 മണിക്കൂർ വണ്ടി. അപ്പൊ ഇന്ന് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ 8 മണിക്കുള്ളിൽ. ഒരു കല്യാണം ഇന്നുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മളിനി സ്കൂട്ടിയിൽ പോകേണ്ടി വരും. പിന്നെ 6 മണി ഇവിടെ വന്നിട്ടാ മതി. ഓക്കെ. ഇതിന് ഡീക്രോമിന്റെ സംഭവം കൂടി നമുക്കൊന്ന് പോയി ചോദിക്കാം. അത് വണ്ടി 5 മണിക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡീക്രോം ചെയ്യുന്ന കടയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കണം, പക്ഷെ എന്തായാലും പോയി ചോദിക്കാം അന്ന് എത്ര രൂപയാണെന്ന്. ഡീക്രോം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് ഇതാകട്ടെ. ഇപ്പോൾ ഡീക്രോം ചെയ്യുന്ന എത്രയാണ്? ഫ്രോൺസ് ചെയ്തില്ലേ? ഡീക്രോം ഇല്ലേ ഇവിടെ? ഇല്ല, നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഫ്രോങ്സ് ഡീക്രോം ചെയ്യത്തില്ല. ഡീക്രോമേ ചെയ്യത്തില്ലേ? ഡീക്രോമേ ചെയ്യത്തില്ല. മെറ്റീരിയൽ പോരെന്ന്. മെറ്റീരിയൽ ഡീക്രോം ചെയ്യുന്ന മെറ്റീരിയൽ പോരെന്നാണോ അല്ലെങ്കിൽ ഫ്രോങ്സിന്റെ മെറ്റീരിയൽ പോരെന്നാണോ? എനിക്ക് ദുഃഖമില്ല. മാരുതിക്കല്ലെങ്കിലും കൊള്ളാത്തത് എൻ്റെ കുറ്റമല്ല. എന്നാലും മാരുതിക്ക് മാത്രമാണോ പറഞ്ഞത്, അല്ലെങ്കിൽ പൊതുവെ ഡീക്രോം ചെയ്യത്തില്ല ഇവിടെ എന്നാണോ ഉദ്ദേശിച്ചത്? വണ്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പാക്കാക്കണ്ട, വീട്ടിലെടുത്ത് വെക്കാം. എന്നിട്ട് ഇത് മറ്റേ ഹാൻഡ് ഗ്രിപ്പർ. ഇത് എന്തിനാ എപ്പോഴും കൈ കൂടെ നടക്കുന്ന അറിയത്തില്ല. ഇനിയും കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇനി 2 ദിവസത്തിനുള്ളിൽ ആ മെയിൻ ചാനലിൽ കാണാം. വണ്ടി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഏകദേശം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഈ കുറച്ച് ഫോണും വാളറ്റും മാത്രമേ ഉള്ളൂ. എന്തായാലും 8 മണിക്ക് നമുക്ക് ഈ വണ്ടി കിട്ടും. അത്ര കറുത്തിരിക്കുവാടാ ആ വണ്ടി. കറുത്തിരിക്കുന്ന കണക്ക് അറിയത്തില്ല എന്തായാലും എത്ര കറക്കോ ഇല്ലെന്ന്. നമുക്ക് എന്തായാലും വണ്ടി ഈ അലോയ് മാറണാടാ. അലോയ് ചേഞ്ച് ചെയ്യണമെന്ന് പറയാം. ചെയ്യണമെങ്കിൽ നമുക്ക് കമൻസിൽ പറയാം. പിന്നെ ഏതൊരു ദിവസം വന്ന് ചെയ്യാം. എന്നിട്ട് ആലപ്പുഴയിൽ ഈ ഡീക്രോം ചെയ്യുന്ന സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ ഓൾറെഡി സ്കൂട്ടി ഇടാൻ വരെ എത്തിച്ച് തിരിച്ചു പോകാൻ വണ്ടിയൊന്നും ഇവിടെ. ഞാനപ്പോൾ ഇന്ന് ജിമ്മിലോട്ട് പോവുകയാണ്. കുറച്ച് നേരത്തെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പം അതിനുവേണ്ടി പോകണം. അതിനുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. ഒന്നും എടുത്തില്ല ഞാൻ സത്യം പറയുവാണെങ്കിൽ. മറ്റേ ആ ബോണക്കാട് ബംഗ്ലാവിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അവർ പറയുന്നത് അവിടെ ഇപ്പോൾ എൻട്രി ഇപ്പോൾ കൊടുക്കുന്നില്ല ആർക്കും. പല ഫോറസ്റ്റിലെ പോലീസുകാരെ വല്ലതും പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് ഞാൻ ആർക്കിലൊക്കെ ചോദിച്ചാൽ അവരെല്ലാം പറയുന്നത് നടക്കത്തില്ലെന്ന്. നല്ല ഇനി പോലീസുകാരെ കണ്ടുപിടിച്ചാലേ, ഫോറസ്റ്റുകാരെ കണ്ടുപിടിച്ചാലേ ചിലപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ സൈസേ വരുന്നുണ്ടോടാ. ഞാൻ ഈ കാണുന്നവരിൽ ആരെങ്കിലും അച്ഛന്മാരല്ലെങ്കിൽ നിങ്ങൾ ഫോറസ്റ്റിലാണെങ്കിൽ ഒന്ന് എനിക്ക് പെർമിഷൻ എടുത്ത് തരും. ഞാനൊന്ന് ഒരു ദിവസം നിന്നോട്ടെ അവിടെ. നമ്മളപ്പോൾ മാരേജിന് പോകാൻ പോവുകയാണ്. മാരേജ് റിസപ്ഷന് മാനേജറിനെയൊക്കെ തൂക്കി നമുക്ക് പോകാം. പക്ഷേ കാർ ഇവിടെ ഇല്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും ഈ മാരേജിൻ്റെ ഫംഗ്ഷൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാം. നാളെ ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ആ പ്രീമിയം കൂളിംഗ് ഫിലിം ഇട്ടിട്ട് വല്ല വ്യത്യാസം ഉണ്ടോ ഇല്ലേ. ഒരു മുട്ട എത്ര മുട്ട വേണ്ടത്?
വേണമെന്നില്ല, ഞാൻ അവിടെ 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 ഇറച്ചി കാണില്ല, ഇറച്ചി കഴിച്ചിട്ട് വരാം ഞാൻ. ഇപ്പം തൽക്കാലം ഇവിടുന്ന് ഒരു സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. മെഡിസിന്റെ സ്ലിപ്പ് അവിടെ പുറത്ത് വെച്ചിട്ട് വരുന്നവര് മേടിച്ചോണ്ട് വരാം. ഇപ്പൊ ഇനി സമയമില്ല, വരുന്നവരെ മേടിച്ചോണ്ട് വരുന്നുള്ളൂ. ഇത്ര നേരം അമ്മയ്ക്ക് ഓർമ്മയില്ല, ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് ഓർമ്മ വരുന്ന നടക്കില്ല. സ്ലിപ്പ് എന്താ തന്നെ അത് പുറത്തിരിപ്പുണ്ട് കസേര. മാനേജർ ഡയറക്റ്റ് അങ്ങോട്ട് പോകുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ മാത്രമാണ് നിക്കറിട്ട് വന്നത് ഇവിടെ. എന്താ നിക്കറിന് എന്താ കുഴപ്പം? എന്താ എല്ലാരും നിക്കറിന് പറയാൻ പോകുന്ന? നല്ല പരിപാടിക്ക് നല്ല നിക്കറാണ്. അത് മോശം. എന്താണ് നിക്കറിന് കുഴപ്പം? പിങ്ക് നിക്കറ് അതാണ് വേറിട്ട് നിക്കണം. അതെ, എന്താണ് പറയുന്നത്? എന്തുണ്ടാന്ന്? അയ്യോ നീ കയറടിയ എന്തായതാ തലകറങ്ങിയതാ? ജിമ്മിനാണ് തലകറങ്ങി വീണ വെച്ച മിനിറ്റ് ഇറങ്ങി വീഴും. അതാണ് പ്രത്യേകത. ഒരു വെയിറ്റ് വെക്കും, അവിടെ പടച്ചെന്ന് പറഞ്ഞ് തല കിടക്കും. നടക്കൂ കവർ എടുക്കേണ്ട സമയം. ആരുടെ കല്യാണം അങ്ങോട്ട് നോക്കും. ആ സൂട്ട് നിൽക്കുന്ന ചേട്ടൻ പോലീസുകാരനാ. ഏതാ പ്രൊമോഷൻ? കാണാ അറിയത്തില്ലേ? എന്തോ ആളാ ഈ കവർ ഇപ്പൊ കൊണ്ട് കൈ കൊടുക്കാനാണോ? അതെങ്ങനെയാ? എനിക്ക് ഇക്കാലത്ത് നടക്കാൻ പോവാത്ത സംഭവം നടക്കുന്നത്. എടാ പൊട്ട, എനിക്കൊന്നും നടക്കുന്നില്ല ഈ കാലത്തൊന്നും. നടക്കത്തില്ലെന്ന് എനിക്കിത് എഴുതി വരുന്നുണ്ട്. നമ്മള് ബ്രൈഡും ഗ്രൂമായിട്ട് ഫോട്ടോ എടുക്കാൻ പോകുക. അമ്മ വേണ്ടായിരുന്നു. വായി കഴിയിട്ടതെ ഇവൻ പേടിപ്പിക്കും. എന്തൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇത്രയോടെ എത്തിയാ? ഇവിടെ സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് റെയിൽവേക്ക്. അത് ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. അത് വേറെതാ. ഫൈറ്റ് നേരത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല, അല്ലെ കൂടി പോയതാണോ? എവിടെയാ സ്ഥലം? കോമളവരം ചെയ്യാൻ ടാസ്ക് ആണ്. ടൗണിൽ ചെയ്യേണ്ടി വരും, അല്ലാതെ കോമളവരം ചെയ്ത ടാസ്കാണ്. അതാണ് കോമളവരത്ത് ചെയ്യാത്തത്. നിങ്ങൾ മിക്കത് എറണാകുളത്താ. ചിക്കൻ മാത്രം കഴിച്ചതിന്റെ വയറ് പറയാൻ തോന്നില്ല കേട്ടാ. ഉമ്മാരുടെയൊക്കെ പ്ലേറ്റ് നോക്കി. ഇനിയും മേടിക്കാനായി എന്തോ ഓക്കണെന്ന് അറിയാവാ. ഞാൻ മാത്രം പ്ലേറ്റ് മാത്രം ചിക്കൻ മേടിച്ചിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ വണ്ടി മേടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എവിടെയായിട്ടാണ് വെളിച്ചമൊക്കെ കാണുന്നില്ല, അകത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണം. 10-15 മിനിറ്റ് ആയിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഇനി വേറെ ഒന്നും ഇതിന് ചെയ്യാനില്ല. ഇത് വിൻഡോ ഒരിക്കലും താത്തരുത്. എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് താത്തരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വളരെ എഡ്ജിലായിട്ട് കൊണ്ട് വെച്ചിരിക്കുക. സാധാരണ കുറച്ച് ഗ്യാപ്പ് ഇടും ഇവർ, പക്ഷേ ഇതിനകത്തുനിന്ന് ഗ്യാപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. നാളത്തേക്ക് അറിയാൻ പറ്റും എത്ര വ്യത്യാസം ഉണ്ടെന്നൊക്കെ. കാർ ഞാൻ എന്തായാലും നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ നിർത്തുവാണ്. I hope you guys have a wonderful life. I'll see you guys next time. Peace. ഇനി എന്തെങ്കിലും മോഡിനകത്ത് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ ഓരോന്നേരമായിട്ടൊക്കെ നല്ലത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നേരമായിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ കൂൾ ഫിലിം അടിച്ചത്.